പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ ചേരുകയാണ്. ശശിനാരായണൻ, പത്തനംതിട്ടയിലെ ഒരു സാഹചര്യം എങ്ങനെയാണ്? കനത്ത മഴയാണ് അവിടെ രേഖപ്പെടുത്തുന്നത്. മലയോര മേഖലകളിലൊക്കെ അതീവ ജാഗ്രത വേണ്ട ഒരു സമയം. എന്താണ് സാഹചര്യം? ആര്യ, പത്തനംതിട്ടയിൽ ഓറഞ്ച് അലർട്ടാണ് എന്നുള്ളത്. കാരണം ഈ മലയോര മേഖലയാണ്, മഴ ശക്തമായി ലഭിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. പക്ഷേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മലയോര മേഖലയിൽ മഴ ലഭിക്കുന്നുണ്ടെങ്കിലും വലിയ കാര്യമായ രീതിയിൽ വെള്ളക്കെട്ടോ മറ്റ് നദികളിൽ ജലനിരപ്പോ ഉയർന്ന ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ, അതുപോലെ മണ്ണിടിച്ചിലിങ്ങനെ ഉള്ള അപകടങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ജില്ലയിൽ ഉണ്ടായിട്ടില്ല. ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിൽ ഇപ്പോഴുമില്ല. ശക്തമായ മഴ പല സ്ഥലങ്ങളിൽ ലഭിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി മുതൽ ഇപ്പോൾ വരെ മഴ മലയോര മേഖലയിലാണ് നല്ല ശക്തമായ രീതിയിൽ ലഭിക്കുക. എന്തായാലും പത്തനംതിട്ടയിലും അതുപോലെ സമപ്രദേശങ്ങളൊക്കെ മഴ ചാറ്റൽ മഴയാണ് ഇപ്പോഴുള്ളത്. മഴ ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യം നിലവിലത്തെ സാഹചര്യത്തില്ല. എന്തായാലും ജില്ലാ ഭരണകൂടം കഴിഞ്ഞ 2-3 ദിവസമായി തുടരുന്ന ജാഗ്രത നിർദ്ദേശം ഇപ്പോഴും തുടരുകയാണ്. അത് ജില്ലയിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. നദീ തീരങ്ങളിൽ താമസിക്കുന്ന ആളുകൾ, അതായത് ചെങ്ങന്നൂർ, അതുപോലെ തന്നെ പമ്പ, മണിമല തുടങ്ങിയ നദീതീരങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഒരു ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നദീ ജലനിരപ്പ് അപ്രതീക്ഷിതമായി ഉയർന്നാൽ മാറി താമസിക്കാനുള്ള ഒരു മുന്നറിയിപ്പ് നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ മലയോര മേഖല യാത്രകൾക്ക് രാത്രികാലത്തും പകലത്തുമൊക്കെ മഴ സമയങ്ങളിൽ വനമേഖലയോട് ചേർന്ന ടൂറിസ്റ്റ് മേഖലകളിലൊക്കെ യാത്ര പോകുന്നതിന് ഗവി അടക്കമുള്ള മേഖലകളിലേക്കുള്ള യാത്ര നിരോധിച്ചിട്ടുണ്ട് അല്ലേ ശശിനാരായണൻ? അതെ, അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ. കാരണം മഴ ശക്തമായി തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ അപകടം ഉണ്ടായാൽ ഒരു പക്ഷേ വനമേഖലയിലൊക്കെ സംഭവിച്ചാൽ അത് രക്ഷാപ്രവർത്തനത്തേക്ക് ബാധിക്കുമെന്നുള്ള കാര്യം മുൻകൂട്ടി കൊണ്ടുതന്നെയാണ് വിനോദസഞ്ചാരികൾക്ക് ഇത്തരം ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. കാര്യമായ രീതിയിൽ മറ്റ് മലയോര മേഖലയിലുള്ള പ്രദേശങ്ങളിൽ നിന്നൊന്നും തന്നെ ഇതുവരെ മറ്റ് അപകടങ്ങളോ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തായാലും മഴ ശക്തമായി ഇപ്പോഴും ലഭിക്കുന്നുണ്ട്. നദികളിലെ ജലനിരപ്പ് കാര്യമായി ഉയർന്നിട്ടില്ല. ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല. വരും മണിക്കൂറുകളിൽ വലിയ തോതിൽ മഴ ലഭിക്കുമെന്നുള്ളൊരു മുന്നറിയിപ്പുണ്ട്. എന്തായാലും ഓറഞ്ച് അലർട്ടാണ് ജില്ലയിലുള്ളത്. ജാഗ്രതാ നിർദ്ദേശം ഇപ്പോഴും തുടരുന്നുണ്ട്. മുന്നറിയിപ്പുകളും അത്തരം കാര്യങ്ങളൊക്കെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിൽ ഇപ്പോഴും തുടരുകയാണ്. ആര്യ, തീർച്ചയായും ശശിനാരായണനാണ് പത്തനംതിട്ടയിലെ വിവരങ്ങൾ നൽകിയത്. എന്തായാലും ശശിനാരായണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യത്തിലേക്ക് ജില്ല ഇപ്പോൾ കടന്നിട്ടില്ല എങ്കിൽ പോലും അതീവ ജാഗ്രത വേണ്ട സമയം കൂടിയാണ്.